ബാലിയിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ കാണാൻ പോകുന്നത് ഉലുന്താനോ ബെരാട്ടൻ ടെമ്പിളാണ്. ഇത് ബാലിയിലെ ബതുകുൾ മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ പച്ചപ്പാർന്ന വയലുകളും തെങ്ങിൻ തോട്ടങ്ങളും കൃഷിയിടങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ബാലിയിലെ ഗ്രാമങ്ങളും കേരളത്തിലെ ഗ്രാമങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ് കാണുവാൻ. പച്ചപ്പിലും പ്രകൃതിയിലെ സൗന്ദര്യത്തിലും സമാനത തോന്നിക്കും. പക്ഷേ ഭവനശൈലി, ക്ഷേത്രങ്ങൾ, പ്രാദേശിക ആചാരങ്ങൾ, വസ്ത്രധാരണ രീതി എന്നിവയിൽ വ്യത്യാസം കാണപ്പെടുന്നു. അതുകൊണ്ട് ദൃശ്യപരമായ പച്ചപ്പ് ഒരുപോലെ തോന്നിയാലും അനുഭവം വ്യത്യസ്തമാണ്. ഇതാണ് ഉലുന്താനു ബെരാട്ടൻ ടെമ്പിൾ. ബാലിയിലെ പ്രശസ്തമായ ജലക്ഷേത്രങ്ങളിലൊന്നായ ഇത് പ്രാദേശികമായി പുരാ ഉലുന്താനോ ബെരാട്ടൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബാലിയിലെ ബതുകുൾ പ്രദേശത്തെ ബെരാട്ടൻ തടാകത്തിൻ്റെ തീരത്തും തടാകത്തിനകത്തുമായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. 1633 ബാലി രാജാവായ ഇഗുസ്തി അഗുങ്പുതു ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ദേവി ദാനുവിനാണ്. ദേവി ദാനു ബാലി ഹിന്ദു വിശ്വാസപ്രകാരം ജലത്തിൻ്റെയും തടാകങ്ങളുടെയും സമൃദ്ധിയുടെയും ദേവതയാണ്. ബെരാട്ടൻ തടാകം ബാലിയിലെ പ്രധാന ജലസ്രോതസ്സായതിനാൽ കൃഷിക്ക്, പ്രത്യേകിച്ച് നെൽകൃഷിക്ക് ഈ ക്ഷേത്രത്തിന് വലിയ ആത്മീയ പ്രാധാന്യമുണ്ട്. ബാലിയിലെ പ്രശസ്തമായ സുബക് ജലസേചന സമ്പ്രദായവുമായി ഈ ക്ഷേത്രം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ശില്പശൈലി പരമ്പരാഗത ബാലിനീസ് ശൈലിയിലാണ്. തടാകത്തിൻ്റെ വെള്ളത്തിന്മേൽ പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്ന മെരു ഗോപുരങ്ങൾ ഇതിൻ്റെ മുഖ്യ ആകർഷണമാണ്. പല തട്ടുകളിലായുള്ള ഈ ഗോപുരങ്ങൾ ദേവന്മാരെയും പ്രകൃതിയുടെ ശക്തികളെയും പ്രതിനിധീകരിക്കുന്നു. മൂടൽമഞ്ഞും മഴയും തണുത്ത കാലാവസ്ഥയും ചുറ്റുമുള്ള പച്ചപ്പും ചേർന്ന് ഈ ക്ഷേത്രത്തിന് അതുല്യമായൊരു ദൈവിക ശാന്തത നൽകുന്നു. ഒരു ഹിൽ സ്റ്റേഷൻ ആയതിനാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും മഴയോ മഞ്ഞോ ഇവിടെ പ്രതീക്ഷിക്കാമായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലിയിലെ മഴയും ഞങ്ങൾക്ക് അനുഭവിക്കാനായി. ഈ ക്ഷേത്രം വെറും ഒരു ആരാധനാലയം മാത്രമല്ല, ബാലിയുടെ ആത്മീയതയും പ്രകൃതിയുമായുള്ള ബന്ധവും പ്രകടിപ്പിക്കുന്ന ഒരു പ്രതീകമാണ്. ഇന്നും ബാലിയിലെ ജനങ്ങൾ ഈ ക്ഷേത്രത്തെ വലിയ ആദരവോടെ കാണുകയും ജലസമൃദ്ധിക്കും നല്ല വിളവിനുമായി ഇവിടെ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു.
ഞങ്ങളുടെ അടുത്ത യാത്ര ബാലിയിലെ തനാഹ് ലോട്ട് ക്ഷേത്രത്തിലേക്കാണ്. തനാഹ് ലോട്ട് ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.